മലപ്പുറം കാളികാവിൽ കൂട്ടിലായ കടുവയെ വെടിവെച്ചു കൊല്ലണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാരുടെ പ്രതിഷേധം. പ്രദേശത്ത് മറ്റൊരു കടുവ കൂടി ഉണ്ടെന്നും നാട്ടുകാർ പറയുന്നു. സുൽത്താന എസ്റ്റേറ്റിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് കടുവ കുടുങ്ങിയത്. 1.5 മാസത്തിലേറെയായി കടുവയെ പിടികൂടാനുള്ള ശ്രമത്തിലായിരുന്നു ദൗത്യസംഘം. കടുവയെ മൃഗശാലയിലേക്ക് മാറ്റുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നു. ശിവദാസ്, മലപ്പുറത്ത് നരഭോജി കടുവയെ 1.5 മാസത്തെ കാത്തിരിപ്പിന് ശേഷം അത് കൂട്ടിലകപ്പെട്ടിരിക്കുന്നു. ഈ കടുവയെ കൊണ്ടുപോകാനുള്ള, വീണ്ടും ഉൾക്കാടുകളിലേക്ക് തുറന്നു വിടാൻ വേണ്ടി കൊണ്ടുപോകാനുള്ള വനം വകുപ്പിൻ്റെ നീക്കത്തിനെതിരെ ജനങ്ങൾ ഒന്നടങ്കം വലിയ പ്രതിഷേധം ഉയർത്തി രംഗത്ത് വന്നിരുന്നു. അതായത് ഇങ്ങനെ ഉൾവനങ്ങളിൽ കയറ്റിവിടുന്ന കടുവകൾ വീണ്ടും നാട്ടിലേക്ക് ഇറങ്ങി നരഭോജികളായി മാറുന്ന അവസ്ഥ. അതുകൊണ്ട് ഈ കടുവയെ ഉൾവനത്തിൽ വിടരുത്, ഇതിനെ വെടിവെച്ച് കൊല്ലണം തുടങ്ങിയ ആവശ്യങ്ങളൊക്കെ നാട്ടുകാർ ഉന്നയിക്കുന്നു. പക്ഷേ നമ്മുടെ നിയമം അതിനെ അനുവദിക്കുന്നില്ല. അതുകൊണ്ട് ഈ കടുവയെ മൃഗശാലയിലേക്ക് കൈമാറാം എന്നുള്ള ഒരു ഉറപ്പ് ജില്ലാ കളക്ടറുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നു. കൂടുതൽ വിവരങ്ങൾ ശിവദാസ് കന്മനം. രാത്രിയിലാണ് നരഭോജി കടുവ വനം വകുപ്പ് സ്ഥാപിച്ച കൂട്ടിൽ അകപ്പെട്ടത്. ഇന്ന് രാവിലെ ഏകദേശം 8 മണിയോടെയാണ് കടുവ കൂട്ടിൽ ഉള്ളതായി നാട്ടുകാർ കണ്ടത്. അതിനുശേഷം നാട്ടുകാരാണ് വനം വകുപ്പിനെ ഇക്കാര്യം അറിയിച്ചത്. പിന്നീട് വനം വകുപ്പ് ഈ സ്ഥലത്തെത്തി കടുവയെ കണ്ടെത്തുകയും താഴത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുകയും ചെയ്തു. അതായത് മുകൾ ഭാഗത്തുള്ള വനത്തിനുള്ളിലാണ് ഈ കൂട് സ്ഥാപിച്ചിരുന്നത്. ആ കൂട്ടിലാണ് കടുവ കുടുങ്ങിയിരുന്നത്. അതിനുശേഷം താഴത്തേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നാട്ടുകാർ നടത്തി. പക്ഷേ ഈ ഭാഗത്ത് നാട്ടുകാരുടെ വലിയൊരു പ്രതിഷേധം ഉണ്ടായിരുന്നു. കാരണം ഈ കടുവയെ വെടിവെച്ച് കൊല്ലണം എന്നതായിരുന്നു നാട്ടുകാരുടെ പ്രധാന ആവശ്യം. കാരണം മുൻപ് ഇതുപോലെ കടുവ ഉൾവനത്തിലേക്ക് തുറന്നു വിട്ടു. അതിനുശേഷം പല ഇടങ്ങളിലും നാട്ടുകാർക്ക് നേരെ ആക്രമണമടക്കം ഉണ്ടായ സംഭവങ്ങളെല്ലാം തന്നെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് നാട്ടുകാർ പ്രതിഷേധിച്ചത്. അതുകൊണ്ട് തന്നെ വനം വകുപ്പ് ഈ തുടക്കത്തിൽ കൃത്യമായൊരു നിലപാട് സ്വീകരിച്ചിരുന്നില്ല. അതോടെ ശക്തമായ പ്രതിഷേധമാണ് വീണ്ടും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഉണ്ടായത്. അതിനുശേഷം ജില്ലാ കളക്ടറും വകുപ്പ് മന്ത്രിയും അടക്കം ഇടപെട്ടുകൊണ്ടാണ് പിന്നീട് ഇക്കാര്യത്തിൽ നാട്ടുകാർക്ക് കൃത്യമായ ഒരു ഉറപ്പ് നൽകിയത്. ഏറ്റവും ഒടുവിൽ കടുവയെ തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് മാറ്റും എന്ന ഉറപ്പാണ് നാട്ടുകാർക്ക് നൽകിയിരിക്കുന്നത്. ഇതോടെയാണ് നിലവിൽ പ്രതിഷേധം അവസാനിച്ചത്. ശക്തമായൊരു പ്രതിഷേധം തന്നെയാണ് നാട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. കാരണം കഴിഞ്ഞ 55 ദിവസത്തോളമായി ഈ കടുവയെ കണ്ടെത്താനുള്ള ഒരു തിരച്ചിലിലായിരുന്നു ദൗത്യസംഘം. ഇത്രയും ദിവസമായിട്ടും കടുവയെ പിടികൂടാൻ ദൗത്യസംഘത്തിന് കഴിഞ്ഞിട്ടില്ല. ഏകദേശം 60ഓളം പേരടങ്ങുന്ന ഉദ്യോഗസ്ഥരുടെ സംഘമാണ് ഈ കടുവയെ തിരഞ്ഞിരുന്നത്. പക്ഷേ ഇത്രയും ദിവസമായിട്ടും ഒരു മനുഷ്യനെ കടിച്ചു കൊന്ന ഒരു കടുവ പോലുമായിട്ടും ഇത്രയും കാലമായിട്ടും ഈ കടുവയെ ദൗത്യസംഘത്തിന് പിടികൂടാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെയാണ് നാട്ടുകാർ എത്ര വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധം ഇവിടെ നടത്തിയത്. കഴിഞ്ഞ ദിവസവും നാട്ടുകാരുടെ നേതൃത്വത്തിൽ ഈ ഭാഗങ്ങളിൽ പ്രതിഷേധം നടന്നിരുന്നു. കടുവയെ ഉടൻ പിടികൂടണം എന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നത്. അതിന്റെ തുടർച്ചയായി ഇന്ന് കടുവയെ പിടികൂടിയെങ്കിലും കടുവയുടെ കാര്യത്തിൽ കൃത്യമായ ഒരു നിലപാട് വനംവകുപ്പ് സ്വീകരിക്കാത്തത് കൊണ്ടാണ് ഇന്ന് നാട്ടുകാർ പ്രതിഷേധിച്ചത്. വെടിവെച്ച് കൊല്ലണം എന്നൊരു ആവശ്യം ഉയർത്തു. പക്ഷെ പിന്നീട് ഏറെ ചർച്ചകൾക്ക് ശേഷം ജില്ലാ കളക്ടർ തന്നെയാണ് പ്രതിഷേധിക്കുന്ന നാട്ടുകാർക്ക് കൃത്യമായ ഉറപ്പ് നൽകിയത്. കടുവയെ നിലവിൽ തൃശ്ശൂരിലെ മൃഗശാലയിലേക്ക് മാറ്റും എന്ന ഉറപ്പ് നൽകിയത്. ഇപ്പോൾ നിലവിൽ കടുവയെ അമരമ്പലത്തെ RRT ക്യാമ്പിലേക്കാണ് മാറ്റിയിരിക്കുന്നത്. ഇവിടെ കടുവയ്ക്ക് ചികിത്സ നൽകും. നിലവിൽ കടുവയുടെ മുഖത്ത് അടക്കം ചെറിയ പരുക്കുകൾ ഉണ്ട്. ഇതടക്കം ഡോക്ടർമാർ പരിശോധിച്ച് ചികിത്സ നൽകും. അതിനുശേഷമായിരിക്കും കടുവയെ മൃഗശാലയിലേക്ക് മാറ്റുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. വിനോദ്, മലപ്പുറം കാളികാവിലാണ് ജനങ്ങളെ ഭീതിയിലാഴ്ത്തിയ നരഭോജി കടുവ കൂട്ടിലകപ്പെടുന്നത്. 1.5 മാസത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വനംവകുപ്പിൻ്റെ കൂട്ടിൽ ഈ കടുവ അകപ്പെടുന്നത്. കടുവയെ ഉൾവനത്തിലേക്ക് വിടാനുള്ള ശ്രമത്തെ നാട്ടുകാർ ചെറുക്കുന്നു. അതേ തുടർന്ന് ഈ കടുവയെ മൃഗശാലയിലേക്ക് മാറ്റാനാണ് ഇപ്പോഴത്തെ തീരുമാനം. വിവരങ്ങൾ നൽകുകയായിരുന്നു മലപ്പുറത്തു നിന്നും ശിവദാസ് കന്മനം.